ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി നമ്മുടെ ഹിമാലയൻ സെക്കൻഡ് സർവീസിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ ഒരു 8:30 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ 9 മണിക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. തലശ്ശേരി ഷാർപ്പ് ലൈനിലാണ് സർവീസിന് കൊടുക്കുന്നത് വണ്ടി. നമ്മൾ വണ്ടി എടുത്തത് കണ്ണൂർ ഷാർപ്പ് ലൈനായിരുന്നു, പക്ഷേ പോകാനുള്ളൊരു എളുപ്പം കരുതിയിട്ടാണ് തലശ്ശേരി ഷാർപ്പ് ലൈനിൽ കൊടുക്കുന്നത്. ഫസ്റ്റ് സർവീസ് അവിടെ നിന്ന് ചെയ്തത്. വലിയൊരു കുഴപ്പം തോന്നിയില്ല. പൊതുവേ റോയൽ എൻഫീൽഡ് സർവീസുകളെ പറ്റിയിട്ട് കംപ്ലയിൻസ് കാണാറുണ്ട്. ഗൂഗിൾ മാപ്പിൽ തന്നെ ഞാൻ കണ്ണൂർ ജില്ലയിലൊരു ഒട്ടുമിക്ക സർവീസ് സെൻറ്ററിൻ്റെ റിവ്യൂസ് നോക്കിയപ്പോഴും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അനുഭവം നല്ല അനുഭവമായിരുന്നു. പിന്നെ സെക്കൻഡ് സർവീസിലേ ആയിട്ടുള്ളൂ, കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ടായിട്ടില്ല. അപ്പോൾ അവിടെ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 9 മണിയാകുമ്പോൾ വണ്ടി എത്തിക്കാൻ വേണ്ടി അവർ പറഞ്ഞിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഏകദേശം ഒരു 15-16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, ഒരു 20 മിനിറ്റിനടുത്തുള്ള യാത്രയേ ഉള്ളൂ. പക്ഷേ 9 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ടോക്കൺ സിസ്റ്റമാണ്. നമ്മൾ അവിടെ എത്തുന്നതിനനുസരിച്ചാണ് ടോക്കൺ തരിക. അപ്പോൾ ആദ്യത്തെ ഒരു 10-ൽ താഴെ ടോക്കൺ കിട്ടിയാലേ നമുക്ക് ഉച്ചയ്ക്ക് മുന്നേ വണ്ടി കിട്ടും. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വീണ്ടും തിരിച്ച് വന്ന് വീട്ടിൽ പോയി വീണ്ടും വണ്ടി എടുക്കാൻ പോകുക എന്നുള്ളത് കുറച്ചൊരു ടാസ്ക്കാണല്ലോ. അപ്പോൾ ഹിമാലയൻ സെക്കൻഡ് സർവീസിൽ ഓയിൽ ടോപ്പപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, അവരോട് പറഞ്ഞിട്ടുണ്ട്, അവരോട് പറയണം വണ്ടി ഓയിൽ ചേഞ്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചത്. 1-2 പേര് എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു. ടോപ്പപ്പ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നല്ലത് ഓയിൽ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അവരുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് 500 കിലോമീറ്ററാണ്. അപ്പോൾ ആ ഓയിൽ മാറിയിട്ടുണ്ടെങ്കിലും ഞാൻ അതിനുശേഷം വണ്ടി നല്ലപോലെ പൊളിച്ച് ഓടിച്ചിട്ടുണ്ട്. ആദ്യത്തെ സർവീസ് വരെ നമ്മുടെ സ്ട്രെല്ലും കൊച്ചി മച്ചാനൊക്കെ പറയുന്ന പോലെ 4000 RPM താഴെ കീപ്പ് ചെയ്തിട്ടായിരുന്നു ഞാൻ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് 100+ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ഡെപ്പോസിറ്റ് ആവാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കോസ്റ്റ് അഡീഷണലായിട്ട് കൊടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ എത്രയാവും റേറ്റ് എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എൻ്റെ തീരുമാനം. പിന്നെ മറ്റു പറയത്തക്ക കംപ്ലയിൻസ് ഒന്നും ഇതുവരെ വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ 4600 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. 5000 കിലോമീറ്ററിലാണ് സെക്കൻഡ് സർവീസ് വരുന്നത്. പക്ഷേ വർക്കിംഗ് ഡേയ്സിൽ എനിക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണവും പിന്നെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 5000-ന് മേലെ ഓടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നേരത്തെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ മിക്കവാറും പേര് ചോദിക്കുന്നത് ഫസ്റ്റ് സർവീസിന് ശേഷം വണ്ടിക്ക് പെർഫോമൻസിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നാണ് കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല. കാരണം വണ്ടിയിൽ പെർഫോമൻസ് മോഡും എക്കോ മോഡും ഉണ്ട്. എക്കോ മോഡിൽ പൊതുവേ ഞാൻ ഓടിക്കാറില്ല. എക്കോ മോഡിൽ ഓടിക്കുമ്പോൾ പവർ ലോസ് നല്ലപോലെ മനസ്സിലാവാനുണ്ട്. പിന്നെ മൈലേജ് നോക്കി ഓടിക്കാനും പവറില്ലാതെ ഓടിക്കാനും ആണെങ്കിൽ ഒരു 450 cc വണ്ടി എടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ പെർഫോമൻസ് മോഡിൽ തന്നെയാണ് ഞാൻ മാക്സിമം ഇതുവരെ ഓടിച്ചിട്ടുള്ളത്. എക്കോ മോഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ വണ്ടി നല്ല പുള്ളിങ് തന്നെയാണ്, വണ്ടി എടുത്ത് കയറുന്നുണ്ട്. എനിക്ക് കൂടുതൽ ഓവർ സ്പീഡിൽ ഓടിക്കാനല്ല ഇഷ്ടം. ഞാൻ ആഗ്രഹിച്ചത് വണ്ടി കൈ കൊടുക്കുമ്പോൾ കയറിപ്പോകണം. നമുക്കിപ്പോൾ ഓവർടേക്കൊക്കെ ചെയ്യുമ്പോൾ കൈ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കയറിപ്പോകുന്നൊരു പവർ വേണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതെനിക്ക് ഈ വണ്ടിയിൽ നിന്ന് നല്ലതുപോലെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കൈ കൊടുക്കുമ്പോൾ പുറകിൽ ആളിരിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നമ്മളൊന്ന് ഓർക്കണം. കാരണം പുറകിൽ ആരെങ്കിലും കയറ്റിയിട്ടാണ് നമ്മൾ ഈ ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് ലിഫ്റ്റാകുന്ന രീതിയിലുള്ള പവർ ഈ ഹിമാലയയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ പുറകിലത്തെ ആൾ ഇരുന്നില്ലെങ്കിൽ അവർ പുറകോട്ടേക്ക് വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട്. എനിക്കൊരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയിരുന്നു. പക്ഷെ അത് അങ്ങനെ പെട്ടെന്ന് ആയില്ല. ഞാനപ്പോൾ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചതുകൊണ്ട് മുന്നോട്ടേക്കാണ് ആൾ വന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അങ്ങനെ പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ പുറകിലുള്ള ആളോടൊന്ന് ഇൻഫോം ചെയ്യാം, അല്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് ലിഫ്റ്റാകുന്ന രീതിയിലുള്ള പവർ നമുക്ക് ഹിമാലയൻ തരുന്നുണ്ട്. പിന്നെ മൈലേജിൻ്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ, ഞാനിപ്പോൾ ലാസ്റ്റ് കൊടൈക്കനാൽ ട്രിപ്പ് നാട്ടിൽ നിന്ന് മീറ്റർ റീസെറ്റ് ചെയ്ത് പോയതാണ്. ഏകദേശം 960 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ മിക്സഡ് ട്രാഫിക് കണ്ടീഷനിലൂടെയൊക്കെ ഹില്ലി ഏരിയയിലൊക്കെ വണ്ടി ഓടിയിട്ട് എൻ്റെ മീറ്ററിൽ 32 പോയിൻറ്റ് സംതിങ് ആയിരുന്നു മൈലേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു മൈലേജ് തന്നെയാണ് അത്. പിന്നെ ഞാൻ മൈലേജ് നോക്കി ഓടിക്കാറില്ല, മിക്കവാറും ത്രോട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് തന്നെയാണ് ഓടിക്കാറ്. അപ്പോൾ നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 32-ന് മേലെ 33-34 കിലോമീറ്റർ പെർ ലിറ്റർ എന്തായാലും മൈലേജ് കിട്ടും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ടാങ്ക് ടു ടാങ്ക് മെത്തേഡ് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പവർ പെട്രോൾ അടിച്ചതിന് ശേഷം ടാങ്ക് ടു ടാങ്ക്, ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് മെത്തേഡിൽ ഞാൻ നോക്കിയിട്ട് ആ മൈലേജ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് വണ്ടി കുഴപ്പമൊന്നുമില്ല, വേറെ നല്ല പെർഫോമൻസ് തന്നെയാണ്. പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട്, പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞാൽ പോലെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത 1-2 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാസഞ്ചർ സീറ്റിൽ അത്രയ്ക്കൊരു കംഫർട്ട് ഉണ്ടായിട്ട് തോന്നിയില്ല. ഒരു ലോങ് റൈഡ് പോയപ്പോൾ കുറച്ചൊരു 10 കിലോമീറ്ററോളം ഞാനൊന്ന് പുറകിലിരുന്ന് നോക്കി, അത്രയ്ക്കൊരു കംഫർട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ റൈഡർ സീറ്റ് അടിപൊളിയാണ്. ഒരു ജെൽ സീറ്റിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ബാക്ക് പെയിനും ഇല്ലാതെ നമുക്ക് റിലാക്സ് ആയിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചൊന്ന് ഓടിക്കഴിയുമ്പോൾ കുറച്ച് പുറകോട്ടോ മുന്നോട്ടോ ഒന്ന് കയറിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ എത്ര ലോങ് വേണമെങ്കിലും വണ്ടിയിൽ പോകാൻ പറ്റുന്നുണ്ട്.
പിന്നെ എൻജിൻ റിഫൈൻമെൻറ്റ് അത്രത്തോളം ഇല്ലാത്തതുകൊണ്ട് വണ്ടി ചെറിയ ഗിയറിലൊക്കെ പോകുമ്പോഴൊരു ഡിസ്റ്റർബൻസ് ആണ്. നിങ്ങളൊരു അധികം സ്പീഡ് പോകാൻ ഇഷ്ടമില്ല, ഒരു 30-40 നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പോകാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ ഒരു സ്പീഡ് പോകുമ്പോൾ വണ്ടിക്കൊരു റിഫൈൻമെൻറ്റ് ഇല്ലാത്തൊരു ഫീലും ഇങ്ങനെ കുത്തി കുത്തി കളിക്കുന്നൊരു ഫീലാണ്. അതുപോലെ തന്നെ ആ ഒരു സ്പീഡ് പോകുമ്പോൾ നല്ല രീതിയിൽ എൻജിന് ഹീറ്റ് ആവുന്നുണ്ട്. അത്യാവശ്യം കാറ്റ് കൊണ്ട് എൻജിൻ തണുക്കാൻ പറ്റുന്നൊരു സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിക്കേണ്ടി വരും. എങ്ങനെയായാലും ഒരു 50-60 കീപ്പ് ചെയ്തിട്ട് തന്നെ പോകേണ്ടി വരും. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ മറ്റൊരു നെഗറ്റീവ് പറയാനാണെങ്കിൽ ഈ മിറേഴ്സിൽ ഒട്ടും വിസിബിലിറ്റി ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ബ്ലൈൻഡ് സ്പോട്ടൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ കുറച്ച് ഇപ്പുറത്തൂടെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്ത് നമ്മളെ അടുത്തൂടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിററിൽ കിട്ടില്ല. അപ്പോൾ അതൊന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മുടെ ഈ വൈസർ കുട്ടി വൈസറാണ് സ്റ്റോക്കായിട്ട് വരുന്നത്. അപ്പോൾ ഈ പളനി റോഡിലൊക്കെ ഞാൻ സ്പീഡ് എടുത്തപ്പോൾ 100+, 120+ ഒക്കെ പോയപ്പോൾ നല്ല രീതിയിൽ കാറ്റ് നമ്മുടെ ഹെൽമെറ്റിലേക്ക് അടിച്ച് ഹെൽമെറ്റ് വൈബ്രേഷൻ ചെയ്യുന്ന രീതിയിലുള്ള കാറ്റുണ്ടായിരുന്നു. തലവേദന എടുക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ടെക്കിൻ ചെയ്ത് ഓടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാലും ആ ഒരു ലിമിറ്റ് ഉണ്ട്, ആ ഒരു വൈസറിൽ നമുക്ക് ടെക്കിൻ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ റോയൽ എൻഫീൽഡ് തന്നെ ഇതിനു വേണ്ടി പുറത്തിറക്കുന്ന ഒരു അഡ്വഞ്ചർ വൈസറുണ്ട്, കുറച്ചുകൂടി ഹൈറ്റുള്ള. അപ്പോൾ അത് വെക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്തൊരു അപ്ഗ്രേഡായിട്ട് അതുകൂടി ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുപോലെ ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്, ഒരു കംപ്ലൈൻ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ 5th നിന്ന് 6th ഗിയറിലേക്ക് ഇടുമ്പോഴുള്ള ഫാൾസ് ന്യൂട്രലാണ്. മിക്കവാറും അത് കിട്ടാറുണ്ട്. സാധാരണ വണ്ടി 1st നിന്ന് 2nd ഇടുമ്പോഴൊക്കെ നടുക്ക് ന്യൂട്രൽ ഉള്ളതുകൊണ്ട് ന്യൂട്രൽ വീഴുന്നതിന് പുറമെ അതങ്ങനെ വീഴാറില്ല. കാരണം ഞാൻ ഈ പുലികളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഗിയർ ലിവർ ഷിഫ്റ്റിന് മുന്നേ ലോഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യാറ്. അതുപോലെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റവ് മാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യാറ്. പക്ഷേ 5th ഗിയറിൽ നിന്ന് 6th ഗിയറിലേക്ക് ഇടുമ്പോൾ മിക്കവാറും ഫാൾസ് ന്യൂട്രൽ വരുന്നൊരു പ്രശ്നമുണ്ട്. അതിപ്പോൾ അവിടെ പറയണം. അതുപോലെ ക്ലച്ച് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു, കാരണം കുറച്ച് ഫ്രീ പ്ലേ കൂടുതലാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് തോന്നിയത്. മിററിൻ്റെ പ്രശ്നവും പിന്നെ ഈ 5th നിന്ന് 6th ഇടുമ്പോഴുള്ള പ്രശ്നമൊക്കെയാണ്. വേറൊന്നും ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ലോങ് റൈഡ് പോയപ്പോൾ പുറകിൽ ആളുള്ളപ്പോൾ തന്നെ 1-2 പ്രാവശ്യം പാനിക് ബ്രേക്കിങ് വേണ്ടി വന്നിരുന്നു. വണ്ടിയുടെ ബാക്കിൽ കൊണ്ട് ഇടിക്കുന്നുള്ളൊരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ നന്നായിട്ട് തന്നെ 2 ബ്രേക്കും കൂടി പിടിച്ചപ്പോൾ വണ്ടി നിന്നിട്ടുണ്ട്. പാളിപ്പോകുന്ന പ്രശ്നങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ബ്രേക്കിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു സൗണ്ട് വരുന്നത്. അത് ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ബസ് സർവീസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ ബ്രേക്ക് പാഡിൻ്റെ മെറ്റീരിയലൊരു മാറ്റം എന്തോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് കാണേണ്ടതില്ല, അതങ്ങനെ തന്നെയാണ് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഈ ഡസ്റ്റ് കയറിയ പോലുള്ളൊരു സൗണ്ടാണ് വരിക. അവരെന്നിട്ടന്ന് എയർ വെച്ച് ഡസ്റ്റൊക്കെ അടിച്ച് കളഞ്ഞെങ്കിലും ഇപ്പോഴും ആ സൗണ്ട് ഉണ്ട്. അതുപോലെ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഈ നെക്കിൾ ഗാർഡ്, അതായത് ഹാൻഡ് ഗാർഡിനെ പറ്റിയിട്ട്. ഇത് ബാർക്ക് ബസിൻ്റെ കോപ്പിയാണ്. ബാർക്ക് ബസിൻ്റെ ഒറിജിനൽ ഏകദേശം 11,000 രൂപയോളം വരുന്നുണ്ട്. കോപ്പിയാണെങ്കിൽ തന്നെ ഇത് അലൂമിനിയത്തിൻ്റെ മെറ്റീരിയലാണ്. ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഭാഗം മാത്രമേ പ്ലാസ്റ്റിക് ഉള്ളൂ. ഏകദേശം 1,600 രൂപയാണ്. പിന്നെ ഒരു ഫിറ്റിങ്ങിന് ഒരു 200 രൂപയും കൊടുക്കേണ്ടി വന്നു. നല്ലൊരു എന്താ പറയുക, നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കാറ്റിൽ നിന്ന് കൈക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ വണ്ടി ചെരിഞ്ഞു കഴിഞ്ഞാൽ ലിവറിനുണ്ടാകുന്ന ഡാമേജസും ഇത് തടഞ്ഞു നിർത്തും. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്കിത് ഓൺലൈനിൽ ആമസോണിൽ സാധനം അവൈലബിൾ ആണ്. പക്ഷേ ആമസോണിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഫിറ്റ്മെൻറ്റ് എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടെന്ന് എന്നോട് വാങ്ങിച്ച 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. കഴിയുന്നതും ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബാർക്ക് ബസിൻ്റെ ഒറിജിനൽ വേണമെന്നുള്ളവർക്ക് അതും വാങ്ങാം. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. 10,000-11,000 രൂപ എങ്ങാനും ഉണ്ടെന്നാണ് ഞാൻ അത് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഹിമാലയന് പവർ പെട്രോൾ XP95 ഒക്കെ അടിക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം. അങ്ങനെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 450cc അതിന് മുകളിലോട്ടൊക്കെയുള്ള വണ്ടികൾക്ക് എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ വെച്ചിട്ട് ഈ ഒരു നോർമൽ പെട്രോൾ അടിക്കുന്നതിൽ എന്ത് ഡിഫറൻസ് ആണ് നിങ്ങളതിലുള്ളതെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. അത് അടിച്ച് ചെക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മിക്ക പമ്പുകളിലും അത് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് എവിടെ നിന്നെങ്കിലും അന്വേഷിച്ച് ഒരു ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കണമെന്നുണ്ട്. അത് വേർത്താണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ കൂടി പറയായിരുന്നു. ഇപ്പോൾ നമ്മൾ പാസ് ചെയ്ത സ്ഥലമാണ് പിണറായി. നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാടായ പിണറായിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്തൊരു പാലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് കണ്ണൂർ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ സർവീസ് റോഡ് വഴി കയറിയിട്ട് അധികം ബ്ലോക്കില്ലാതെ തലശ്ശേരി ടൗണിൽ എത്താൻ പറ്റും. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷാർപ്പ് ലൈനിൻ്റെ സർവീസ് സെൻറ്റർ വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ ആഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ സർവീസ് റോഡിലേക്ക് കയറുന്നത്. നല്ല റോഡ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വലിയ വണ്ടികളെ ഈ വഴി കടത്തി വിടുന്നില്ല. പ്രധാനമായിട്ടും ടോള് കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണിത്. ഈ വഴി നമ്മൾ അങ്ങോട്ടേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ടോള് കട്ട് ചെയ്തിട്ട് ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി പറ്റും. 6 വരി പാതയിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാനത് ടോള് കട്ട് ചെയ്ത് കയറുന്നില്ല. കാരണം ഞാൻ മാഹി വരെ പോകുന്നില്ല. തലശ്ശേരി ടൗണിലേക്ക് ഞാനിപ്പോൾ എക്സിറ്റ് എടുത്ത് പോവുകയാണ് ചെയ്യുക.
അപ്പോൾ സർവീസ് റോഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും പലർക്കും അറിയില്ലാത്തൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ കണ്ണൂർ ഇതുവരെ ഇങ്ങനെ ഒരു ആറുവരിപ്പാതയോ സർവീസ് റോഡുകളൊന്നും കണ്ടുപരിചയമില്ലാത്തതുകൊണ്ട് തന്നെ സർവീസ് റോഡിൽ രണ്ട് സൈഡിൽ നിന്നും വണ്ടി വരുന്നുള്ള കാര്യം നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചിരിക്കണം. അപ്പുറത്തും ഇപ്പുറത്തും സർവീസ് റോഡ് ഉണ്ടെങ്കിൽ കൂടി ഓപ്പോസിറ്റ് വണ്ടി വരുന്ന കാര്യം ഷുവറാണ്. അതിപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെ അത് അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഒരു ദിവസം പോയപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ ചീത്ത വിളിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാനത് പറഞ്ഞു കൊടുത്തത്. സർവീസ് റോഡിൽ രണ്ട് വശത്തേക്കും വണ്ടിക്ക് പോകാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം നമ്മൾ നല്ല സ്പീഡിൽ അടിച്ച് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ തലശ്ശേരിക്കുള്ള റൈറ്റ് എടുക്കാൻ പോവുകയാണ്. ഇത് മെയിൻ ഹൈവേ ആണ്, തലശ്ശേരി കൂത്തുപറമ്പ് ഹൈവേ ആണിത്. അപ്പോൾ അധികം പേര് പറയുന്നത് കേട്ടു, ഹിമാലയനൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൂറിന് മാത്രമേ പറ്റുള്ളൂ, ഡെയിലി യൂസിന് വേണ്ടിയിട്ട് മറ്റൊരു വണ്ടി കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരും, മീൻ വാങ്ങാനും പാല് വാങ്ങാനും ഇതിൽ പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഒപ്പീനിയൻ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഞാനിതിപ്പോൾ ഡെയിലി യൂസാണ്. ഡെയിലി 10 കിലോമീറ്റർ ഞാൻ ഓടുന്നുണ്ട്. 5 കിലോമീറ്റർ അങ്ങോട്ടും 5 കിലോമീറ്റർ ഇങ്ങോട്ടും, അങ്ങനെ ഒരു 10 കിലോമീറ്റർ കുറഞ്ഞത് ഞാനിപ്പോൾ ഓടുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതലൊക്കെ ഓടാറുണ്ട്. ചിലപ്പോൾ വണ്ടി ഓടാൻ മാത്രമായിട്ട്, വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം അടുത്തുള്ള ടൗണിലൊക്കെ പോയി 2 റൗണ്ടൊക്കെ അടിച്ച് വരാറുണ്ട്. കാറ് ഇപ്പോൾ തീരെ ഉപയോഗിക്കാറില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയും ഒരു എന്താ പറയുക, നമ്മൾ ആസ്വദിച്ച് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും വണ്ടി ചിലപ്പോൾ ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ ഫ്രണ്ട് ലിഫ്റ്റ് ആവുന്നുണ്ടാവും. ഇപ്പോൾ ഇത് ആ പാലം എടുത്ത് ചാടുകയാണ് ചെയ്തത്. നല്ല എന്താ പറയുക, സസ്പെൻഷനൊക്കെ അത്രയും ബെറ്ററാണ്. എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പോലും നമുക്കത് അറിയുന്നില്ല, വണ്ടി നമ്മുടെ കൺട്രോൾ കിട്ടുന്നുണ്ട്. ആ ഒരു വെയിറ്റിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ചെറിയൊരു കുഴിയോ അല്ലെങ്കിൽ ഹമ്പ് ചാടിയാലൊന്നും നമ്മളറിയില്ല, വണ്ടി അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്തോളും. വണ്ടി ഓടിക്കാൻ അത്രയും രസമാണ്. പക്ഷേ ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്, ഗിയറിൽ കളിക്കാനും വണ്ടീൻ്റെ ഹീറ്റ് ഒക്കെ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്പൺ റോഡൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് ഓടിച്ചു പോകും. എനിക്കിപ്പോൾ വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്. കാരണം നമ്മൾ ലൈസൻസ് എടുക്കുന്ന സമയത്തൊക്കെ, ആദ്യമൊക്കെ വണ്ടി ഡ്രൈവിംഗ് പഠിച്ച സമയത്തൊക്കെ വണ്ടി വീട്ടിൽ ഹോണ്ട ഷൈനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കടയിൽ പോകണോ എന്തെങ്കിലും വാങ്ങാൻ പോകണോ എന്നൊക്കെ ചോദിച്ചിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി മാത്രം പല കാരണങ്ങളും ഉണ്ടാക്കിയിട്ട് എൻ്റെ ബന്ധുക്കളുടെ വണ്ടിയൊക്കെ എടുത്ത് ഓടിച്ച ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അതേ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ കയറുമ്പോൾ. ഒരു ഡെയിലി യൂസ് വണ്ടി എത്ര ഓടിച്ചിട്ടും മതിയാവാത്തൊരു ഫീലാണ്. ഇപ്പോൾ 4000 ചില്ലറ കിലോമീറ്റർ ഞാൻ ഓടിച്ചെങ്കിലും ഇനിയും എനിക്ക് ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മളെ ആ വണ്ടി ആ ഒരു ഇതിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് എങ്ങനെയാലും കുറച്ച് കാലം എന്തായാലും ഉണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഫീഡ്ബാക്കൊക്കെ വേറെ തന്നെ ആയതുകൊണ്ടാവാം. പക്ഷേ നിങ്ങളെല്ലാവരും ഇത് എടുക്കുന്നതിന് മുന്നേ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഞാൻ ഏകദേശം 173 സെൻറ്റിമീറ്റർ വരാനുള്ളത്. അപ്പോൾ എന്നെക്കാളും കുറഞ്ഞൊരു ഹൈറ്റാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. സീറ്റ് ഹൈറ്റ് കുറച്ചിട്ടിട്ട് പോലും എനിക്കിപ്പോഴും പല സമയങ്ങളിലും ഫ്ലാറ്റ് ഫുട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം സർവീസ് സെൻറ്ററിൻ്റെ അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് തലശ്ശേരി ഷാർപ്പ് ലൈനിൻ്റെ ഷോറൂമും സർവീസ് സെൻറ്ററും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് സർവീസിന് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ അകത്ത് കുറച്ച് പേരെ കാണാം. ഞാനിപ്പോൾ എത്താൻ എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട്, 9 കാലമായിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ ഇതിപ്പോൾ എത്രയാണ് ടോക്കൺ കിട്ടുക എന്നുള്ളതൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ വെക്കാം. ഇവിടെ വെക്കാൻ പറ്റില്ല, സെക്യൂരിറ്റി ചേട്ടൻ അപ്പുറത്തേക്ക് മാറ്റി വെക്കാൻ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം കുറച്ചൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പുറകോട്ടൊക്കെ തള്ളിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സാധാരണ കയറ്റി വെക്കുമ്പോൾ വൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. കുഴപ്പമില്ല, നമുക്കിവിടെ വെച്ച് നോക്കാം. നല്ല വെയിലാണ് ഇവിടെ. ഒക്കെ റിവേഴ്സ് എടുത്തൊന്ന് കയറ്റി നോക്കാം. ഇവിടെ വെക്കാം. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതാണ് ഗൈസ് തലശ്ശേരി ഷാർപ്പ് ലൈനിൻ്റെ ഷോറൂമും സർവീസ് സെൻറ്ററും. ഇതിൻ്റെ പുറകിലാണ് സർവീസ് സെൻറ്റർ വരുന്നത്. ഇവിടെ നല്ല വെയിലാണ്. നമുക്കിപ്പോൾ 9ാമത്തെ ടോക്കണാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് വെയിറ്റിംഗ് റൂം, എയർ കണ്ടീഷൻ വെയിറ്റിംഗ് റൂമാണ്. നല്ല മെയിൻറ്റൈൻഡ് ആയിട്ട് ബാത്റൂമൊക്കെ ഉണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. 9ാമത്തെ ടോക്കണാണ് നമ്മുടേത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും എന്തായാലും. നമുക്ക് ശേഷം വന്ന വണ്ടികളൊക്കെ പണിക്കെടുക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഹിമാലയന് വേണ്ടി ട്രെയിനിങ് ഇട്ട് 2 ടെക്നീഷ്യന്മാരേ ഉള്ളൂ, അതുകൊണ്ട് സാർ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും നന്നായി. പണി അറിയുന്നതിനെ കൊണ്ട് മാത്രമേ അവർ വണ്ടി ചെയ്യിപ്പിക്കുന്നുള്ളൂ എന്ന് കേട്ടപ്പോൾ ഒരു ആശ്വാസം. ഗൈസ്, അങ്ങനെ വണ്ടി സർവീസ് ചെയ്തിട്ട് ബില്ല് കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് റേറ്റ് ആയിട്ടുള്ളത് 1008 രൂപയാണ്. കാരണം ഞാൻ ഓയിൽ ചേഞ്ച് പറഞ്ഞതുകൊണ്ട് ആ ഓയിലിൻ്റെ പൈസയാണ് അവരെടുത്തിട്ടുള്ളത്. പിന്നെ സാധാരണ ആണെങ്കിൽ ഒരു 350 രൂപക്ക് ഒതുങ്ങേണ്ടതാണ്. അപ്പോൾ ഓയിൽ ചേഞ്ച് ഞാൻ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇത്രയും രൂപ ആയിട്ടുള്ളത്. എന്നാലും അതൊരു 450 വണ്ടിയെ സംബന്ധിച്ച് അതൊരു കുറവ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗൈസ് ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിച്ചോളൂ. ഓക്കെ.